അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, അമർദീച്ചിൻ്റെയും അലഞ്ചേട്ടായിൻ്റെയും കല്യാണ വീഡിയോ. അപ്പോൾ ഇത് അവരുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഈ ഓണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഹൈ ഗൈസ്, എന്താ പരിപാടി? പൂക്കൾ ഇടുവാണോ? ഹലോ ഹലോ ഹായ് ഗൈസ്. കൈ വെക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആഘോഷം. ശരിയായിട്ടൊന്നുമില്ല. നല്ല ഡ്രസ്സില് താങ്ക് യു താങ്ക് യു. ബാച്ചി ഹായ്. ഞങ്ങളവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അടുക്കളയിൽ സദ്യയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൂസേ ഹായ്. സ്നേഹ, എന്താണ് പരിപാടി? എന്തിനാ? അരച്ചെന്ന് പറഞ്ഞാൽ ഇത് അരയ്ക്കുമ്പോൾ പൗഡർ പോലെ ഗ്രീൻ കളറുള്ള പൗഡർ. അപ്പോൾ നമുക്ക് പൂക്കളം ആക്കി. കൂടെ ഉള്ളതാരാ? ദിസ് ഇസ് മൈ മാമൻ്റെ മോൾ. ഹായ് പറ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തംസപ്പ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഷർട്ട് ഫോട്ടോ നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അയ്യോ, അവിടെ എന്തോ കഴിച്ചു. ഓക്കെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടേ അരയ്ക്കാം. കണ്ടോ ഗൈസ്, ഇത് ഞങ്ങൾ അരച്ച് വെച്ചതാണ്. നല്ല പൊട്ടിപ്പോലെ ഇരിക്കുന്നു. നല്ല ഗ്രീൻ കളർ ഉണ്ടല്ലേ. ഹായ് ഗൈസ്. അവിടെ ഒരു ഹായ് പറ. ഇതാണ് അലൻ. ഇത് ചിപ്സ്, ഇത് പുളിയിഞ്ചി, ഇത് രസം, അവിയൽ, സാമ്പാർ, മോരുകറി,
പച്ചടി, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, ക്യാബേജ് തോരൻ, പയറുമെഴുക്ക് വരട്ടി. ഓക്കെ, സെറ്റ്. ഇവിടെ ഇലയൊക്കെ എല്ലാവരും നല്ല തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിച്ചാൽ മതി. ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം നമ്മുടെ എല്ലാ കസിൻസും എത്തി തുടങ്ങിയായിരുന്നു. പിന്നെ അവരുമായിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. നമുക്ക് ചോറിട്ടില്ലോ കുഴപ്പമില്ലല്ലോടി, ഇത് മതി. എനിക്ക് കുഴപ്പമുണ്ട്. ഉണ്ടോ? സ്റ്റാർച്ച് കൂടുതലാ, ചോറ് തിന്നരുത്. സോ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ മറ്റേ ഡ്രസ്സൊക്കെ മാറി, പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറി. ഇനി നമ്മളൊരു ഓണം മൂഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അടിപൊളിയാക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയായോ? വാ, കൊള്ളാലോ. ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പല പല ട്രിപ്പുകളായിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം പായസം കൂട്ടി കഴിക്കാനും പപ്പടം വേണ്ടേ? ഓക്കെ. ബിജുമാമനും ബാവച്ചേച്ചി തമ്മിൽ വാശിയേറിയ പോരാട്ടം.
ഇങ്ങനെ ക്ഷയിക്കാൻ കൊടുക്കണം ഇഷ്ടപ്പെട്ടെടുത്തേക്ക് അടുത്തതായി നടക്കാൻ പോകുന്ന വർഷേറി മിഠായി പെറുക്കൽ മത്സരം. ഒറ്റക്കാലം നിൽക്കാൻ ലാസ്റ്റ് ഞാനും ചിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും ലാസ്റ്റ് വിജയികളായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം പിന്നെ അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിന് ശേഷം പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ് കസാരകളി മത്സരം.
ലെല്ലാനിക്ക് ഇതൊക്കെ കളിച്ചല്ല പരിചയമാണോ തോന്നുന്നത്. കുഞ്ഞാപ്പച്ചൻ ഔട്ടായി. കപ്പ് കൊണ്ടേ വരാവുള്ളൂ. അയ്യോ ചണ്ണിപ്പാപ്പ വേമ ഓ ചീത്തപ്പേരായി. ആ പോരെ ഇതെന്തത്? അങ്ങനെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇതിന്റെ അടിയിലല്ലേ. ചേട്ടയ്ക്ക് റിയാക്ഷൻ കഴിഞ്ഞോ? അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഓണപരിപാടി. ഞങ്ങളെല്ലാവരും ഒരേപോലെ അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് അങ്ങനെ ഒരു അടിപൊളി ഒരു ഫൺ ഫിൽഡ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങളുടെയും ഓണാഘോഷങ്ങൾ അടിപൊളിയാവട്ടെ. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലവ് യു ഓൾ. ബൈ.